Hello. Hello, hi, good afternoon, everyone. This is Shirin again. Hello. Hi. How are you all? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? സേഫ് ആയിട്ടിരിക്കുന്നോ? IELTS പ്രിപ്പറേഷൻസ് ഒക്കെ എവിടം വരെ ആയി? ഓക്കെ, സോ എല്ലാവരും ജോയിൻ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ എംലിൻ. ഹായ്, ഹായ് ബിൻസി. ഹലോ. Hi guys, this is me again. Sorry for the technical glitch. Live അല്ലേ, അപ്പം ജസ്റ്റ് ടെക്നിക്കൽ ഗ്ലിച്ച് വന്നതാണ്. ഓക്കെ, സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. ഓക്കെ, അപ്പൊ നമുക്കിനി ടൈം വേസ്റ്റ് ചെയ്യാതെ സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, സോ നമുക്ക് ടോപ്പിക്സ് ഇതുവരെ ഏതൊക്കെയാണ് ഡിസ്കസ് ചെയ്തതെന്ന് നോക്കാം. ടോപ്പിക്സ് ഡിസ്കസ്ഡ് സോ ഫാർ. ഐ ഹോപ്പ് യു ക്യാൻ സീ ദ സ്ലൈഡ്. സോ നമ്മളിപ്പോ കഴിഞ്ഞ സ്പീക്കിംഗ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എന്താ? IELTSന്റെ സ്പീക്കിംഗ് ഓവർവ്യൂ പറഞ്ഞു അല്ലെ. ഇപ്പോ ശ്രുതി മാം ആയിരുന്നു സ്പീക്കിംഗ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. മാം എന്തൊക്കെയാ നിങ്ങൾക്ക് പറഞ്ഞു തന്നേ? IELTSന്റെ സ്പീക്കിംഗ് ഓവർവ്യൂ പറഞ്ഞു തന്നു അല്ലെ. പിന്നെ എന്താ പറഞ്ഞേ? IELTSന് സ്പീക്കിംഗില് 3 പാർട്സ് ഉണ്ടെന്ന് പറഞ്ഞു തന്നു അല്ലെ. 3 പാർട്സ് ഏതൊക്കെയാ? ഫസ്റ്റ് പാർട്ട് ഇസ് ദ ഇൻട്രൊഡക്ഷൻ ഓർ ഇന്റർവ്യൂ പാർട്ടാണ്. ദെൻ സെക്കൻഡ് പാർട്ട് ഏതാ? ഇൻഡിവിജ്വൽ പ്രസന്റേഷൻ ആണ് അല്ലെ. ഇൻഡിവിജ്വൽ ലോങ് ടേൺ എന്ന് പറയും. 2 മിനിറ്റ് നമ്മൾ സംസാരിക്കുന്നതാണ് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്. ദെൻ തേർഡ് പാർട്ട് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ ഡിസ്കഷൻ, റൈറ്റ്? ഇൻഡിവിജ്വൽ നമ്മുടെ അടുത്ത് ഇന്റർവ്യൂവർ ചോദിക്കും, നമ്മൾ ആൻസർ ചെയ്യാം. അതൊരു ഇന്റർവ്യൂ പോലെ തന്നെയാ, ഒരു ഡിസ്കഷനാ. ഓക്കെ, നമ്മുടെ അടുത്ത് എക്സാമിനർ ചോദിക്കും, നമ്മൾ ആൻസർ പറയുന്നു, പിന്നെയും അതിനെ ബന്ധപ്പെട്ട് വേറൊരു ചോദ്യം ചോദിക്കുന്നു, പിന്നെ ആൻസർ പറയുന്നു. അപ്പൊ അങ്ങനെ നമ്മളൊരു ഡിസ്കഷനാണ് നമ്മുടെ തേർഡ് പാർട്ട് ഓഫ് സ്പീക്കിംഗ് വരുന്നത്. ദെൻ പിന്നെ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ സ്പീക്കിംഗ് ക്ലാസ്സിൽ എന്താ അസസ്മെന്റ് ക്രൈറ്റീരിയ എന്താന്ന് നോക്കിയല്ലേ. ഏതൊക്കെയായിരുന്നു സ്പീക്കിംഗിന്റെ അസസ്മെന്റ് ക്രൈറ്റീരിയ വന്നിട്ടുണ്ടായിരുന്നത്? ഫസ്റ്റ് വൺ വാസ് ഫ്ലുവൻസി ആൻഡ് കൊഹിറൻസ്, ദെൻ ലെക്സിക്കൽ റിസോഴ്സസ്, പിന്നെ ഏതായിരുന്നു വന്നേ? ഗ്രാമാറ്റിക്കൽ റേഞ്ച് ആൻഡ് ആക്യുറസി വന്നു അല്ലെ. ദെൻ പ്രൊനൗൺസിയേഷൻ. അപ്പോ ഈ 4 ക്രൈറ്റീരിയയും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ഓക്കെ, ദെൻ പിന്നെ ഒരു ക്യൂ കാർഡ് എന്താണ്, ക്യൂ കാർഡ് വരുമ്പോ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. ഓക്കെ, ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട് 1നെ കുറിച്ചും പിന്നെ ഏത് പാർട്ടാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും അല്ലെ. അതും ആ ഒരു ഡൗട്ടും നമുക്ക് ഇന്ന് ക്ലിയർ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. വിച്ച് പാർട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇൻ IELTS സ്പീക്കിംഗ് ടെസ്റ്റ്? അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താ? ഓൾ ദ 3 പാർട്സ് ആർ ഇമ്പോർട്ടന്റ്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3. അപ്പൊ നമുക്ക് വിചാരിക്കും പാർട്ട് 2 നമ്മൾ കുറെ നേരം ഒറ്റയ്ക്ക് സംസാരിക്കണം, അപ്പൊ പാർട്ട് 2 അല്ലേ ഇമ്പോർട്ടന്റ്, പാർട്ട് 2 കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേണം ഞാൻ ചെയ്യാൻ എന്നൊക്കെ ഒരുപാട് മിസ്കൺസെപ്ഷൻസ് സ്റ്റുഡൻസിന്റെ ഇടയിൽ ഉണ്ടായിരിക്കും അല്ലെ. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല. ഓൾ ദ 3 പാർട്സ് ആർ ഇമ്പോർട്ടന്റ്. ഓക്കെ, നമുക്ക്
അതിന്റെ കാരണം എന്താ? ദേ സെർവ് different purposes in assessing your English language proficiency. നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി മീൻസ് നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ലെവൽ എത്രത്തോളം ഉണ്ട് എന്ന് അളക്കാൻ വേണ്ടിയിട്ട് 3 പാർട്ടും 3 തരം പർപ്പസ് ആണ് സെർവ് ചെയ്യുന്നത്. 3 തരം ഇതാണ് ക്രൈറ്റീരിയ ആണ് നമ്മൾ അവിടെ നോക്കുന്നത്. ഇപ്പൊ പാർട്ട് 1 പറയുന്നതും പാർട്ട് 2 പാർട്ട് 3 വരുന്നതും 3 തരം രീതിയിലാണ് നിങ്ങളെ അവിടെ എന്ത് ചെയ്യുന്നത്, അസസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഒരു പാർട്ടിൽ ഞാൻ നന്നായി ചെയ്തു, ഇപ്പൊ ഒറ്റയ്ക്ക് പറയുന്ന ആ ഒരു പാർട്ടിൽ ഞാൻ നന്നായി ചെയ്തു എന്ന് വിചാരിച്ചിട്ട് എന്താണ് ഓവറോൾ ബാൻഡ് കൂടണമെന്നില്ല. 3 പാർട്ടിലും ഒരേപോലെ നമ്മള് ചെയ്താൽ മാത്രമാണ് എന്ത് പറ്റുള്ളൂ, നമുക്ക് ഓവറോൾ ബാൻഡ് കൂടുതൽ കിട്ടുള്ളൂ. Okay, so they are designed, they are designed to evaluate different aspect of your speaking skills. നിങ്ങളുടെ സ്പീക്കിംഗ് സ്കിൽസിന്റെ വേറെ തലങ്ങൾ, ഡിഫറെന്റ് ആസ്പെക്ട്സ് പറഞ്ഞാൽ എന്താ? ഇപ്പൊ സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ എത്ര തരം ഉണ്ടായിരിക്കും. നമ്മൾ ഫോർമൽ ആയിട്ട് സംസാരിക്കുന്നുണ്ടാവും അല്ലെ, പിന്നെ ഒരു പ്രസന്റേഷൻ നമ്മൾ കൊടുക്കുകയാണ്, ഒരു സ്പീച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അതിനൊരു രീതിയുണ്ട് അല്ലെ, പിന്നെ ഒരു കോൺവെർസേഷൻ ആണെങ്കിൽ അത് വേറൊരു രീതിയാണ്, ഒരു കാഷ്വൽ കൈൻഡ് ഓഫ് സ്പീക്കിംഗ് സ്കിൽസ് ആണ് ഉണ്ടായിരിക്കുക അല്ലെ. അപ്പൊ ഈ 3 തരത്തിലും 3 പാർട്ടിലും വരുമ്പോൾ 3 രീതിയിലുള്ള തലങ്ങളാണ് സ്പീക്കിംഗ് സ്കിൽസിന്റെ ഇവിടെ നമ്മുടെ സ്പീക്കിംഗ് ടെസ്റ്റിൽ അസസ് ചെയ്യുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ 3 പാർട്ടും എന്താണ് ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്നത്. 3 parts, all the 3 parts of IELTS speaking test are equally important. ഓക്കെ, അതിന്റെ കാരണം എന്താ? 3 പാർട്ടിലും 3 രീതിയിലാണ് നിങ്ങളെ എന്ത് ചെയ്യുന്നത്, അസസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, now let's move on to the next slide. Purpose of each part in the assessment. അപ്പൊ ഞാൻ പറഞ്ഞു 3 പാർട്ടിലും 3 രീതിയിലാണ് നിങ്ങളെ അസസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ പാർട്ട് 1 നിങ്ങൾ എങ്ങനെയാണ് അസസ് ചെയ്യുന്നത് എന്ന് നോക്കാം. It sets the tone for the rest of the test. ബാക്കി വരുന്ന ടെസ്റ്റിലേക്കുള്ള ഒരു ഫൗണ്ടേഷൻ, ഒരു തറക്കല്ലിടുന്ന ഒരു പാർട്ടാണ് ഏത്, പാർട്ട് 1 എന്ന് പറയുന്നത്. കാരണം അവിടെ നിങ്ങളെ കുറിച്ചിട്ടാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ അവിടെ നിങ്ങൾ എത്രത്തോളം കോൺഫിഡന്റ് ആണ്, എത്രത്തോളം നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ട്, എത്രത്തോളം ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എത്രത്തോളം നിങ്ങൾ കോൺഫിഡന്റ് ആണെന്നൊക്കെ അവിടെ കാണിച്ചു കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് നമ്മൾ പറയില്ലേ, അതേപോലെ പാർട്ട് 1 ഒരു ജസ്റ്റ് ഫൗണ്ടേഷൻ ലേ ചെയ്യുന്ന ഒരു പാർട്ടാണ്. അതുകൊണ്ട് അവിടെ എന്താണ് അവിടെ അസസ് ചെയ്യപ്പെടുന്നത് എന്താണ്? അലൗസ് ദ എക്സാമിനർ ടു അസസ് യുവർ എബിലിറ്റി ടു റെസ്പോണ്ട് ടു സിമ്പിൾ എവറിഡേ ക്വസ്റ്റ്യൻസ്. അപ്പൊ ആദ്യം പാർട്ട് 1 ഈസ് കമ്പാരിറ്റീവ്ലി ഈസി. എന്നിട്ട് എന്താ അവിടെ അസസ് ചെയ്യുന്നത്? എന്താ? സിമ്പിൾ എവറിഡേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അസസ് ചെയ്യാൻ, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് അവിടെ അസസ്മെന്റ് നടക്കുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഓക്കെ, ഡെയിലി ലൈഫിൽ നിങ്ങൾ എൻകൗണ്ടർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കോൺഫിഡന്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് പാർട്ട് 1 നോക്കുന്നത്. ഓക്കെ, അപ്പൊ പാർട്ട് 1 ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടാണ്? ഇറ്റ് ലേസ് ദ ഫൗണ്ടേഷൻ. ആൻഡ് സെക്കൻഡ്ലി സിമ്പിൾ സർവൈവൽ ഇംഗ്ലീഷ്. ഓക്കെ, സിമ്പിൾ എവറിഡേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ, അത് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് പാർട്ട് 1 അസസ് ചെയ്യുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. പാർട്ട് 2. പാർട്ട് 2 എന്താണ്? കുറച്ചും കൂടി കോംപ്ലക്സ് ആണ് അല്ലെ. പാർട്ട് 2 ഷോക്കേസസ്, യു ഹാവ് ടു ഷോക്കേസ് യുവർ എബിലിറ്റി ടു സ്പീക്ക് കൊഹിറന്റ്ലി. അപ്പൊ പാർട്ട് 1 എന്ന് പറഞ്ഞാൽ നിങ്ങളെ കുറിച്ചുള്ള ചോദ്യമാണ്. ഓക്കെ, സോ അപ്പൊ സിമ്പിൾ ആൻഡ് എവറിഡേ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് അവിടെ അസസ് ചെയ്തത്. ഇവിടെ എന്താണ് കുറച്ചും കൂടി, ഇവിടെ നമ്മുടെ എക്സാമിനർക്ക് റോൾ ഇല്ല അല്ലെ. ഇവിടെ നമ്മൾ ഒറ്റയ്ക്കാണ് സംസാരിക്കുന്നത് ഫോർ 2 minutes. അപ്പോ അവിടെ എന്താണ് കൂടുതൽ അസസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് കൊഹിറന്റ് ആയിട്ട്, കൊഹിറന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ലോജിക്കലി ഒരു കാര്യത്തിനെ ഓർഗനൈസ് ചെയ്ത് സംസാരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളതാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. Provide detailed information and address all the prompts on the task card. ഇപ്പൊ ടാസ്ക് കാർഡ് ഓർ ക്യൂ കാർഡിൽ നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻസിനെ നിങ്ങൾക്ക് എല്ലാം ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അവിടെ അസസ് ചെയ്യുന്നത് എന്താന്ന് കണ്ടോ? ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ആ ടാസ്ക് കാർഡിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് പാർട്ട് 2 അസസ് ചെയ്യുന്നത്. It assesses your ability to organize your thoughts and speak at length. കണ്ടോ,
പാർട്ട് 2 എന്താണ്, ഒരു കാര്യം, ഓക്കെ, ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് ഓർഗനൈസ് ചെയ്തിട്ട്, ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഞാനൊരു വാട്ടർ എന്നൊരു തീം നിങ്ങൾക്ക് തരാണ്, വാട്ടറിനെ കുറിച്ച് 2 മിനിറ്റ് പറയണം എന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വാട്ടറിനെ കുറിച്ച് നമുക്ക് മൈൻഡിലേക്ക് ഇങ്ങനെ വരും അല്ലെ. അത് എങ്ങനെയെങ്കിലും പറഞ്ഞാൽ മാർക്ക് കിട്ടുമോ? ഇല്ല. ആ വരുന്ന കാര്യങ്ങളെ ഓർഗനൈസ് ചെയ്ത്, നമ്മുടെ മൈൻഡിൽ വരുന്ന ആ തോട്ട്സിനെ ഓർഗനൈസ് ചെയ്തിട്ട് കൊഹിറന്റ് ആയി, ഈ മുന്നേ പറഞ്ഞ കാര്യവും ശേഷം പറഞ്ഞ കാര്യവും തമ്മിൽ ബന്ധം വേണം അല്ലെ, ഒരു ലോജിക്കൽ ബന്ധം വേണം. ആ ബന്ധം ഉണ്ടോ, ഓർഗനൈസ് ചെയ്ത് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ, ആൻഡ് എന്താണ് അറ്റ് ലെങ്ത്, ഓക്കെ, ഒരു കാര്യം, ഒരു സെന്റൻസ് എക്സ്പാൻഡ് ചെയ്ത് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് പാർട്ട് 2 ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പൊ പാർട്ട് 2 എന്തുകൊണ്ടാണ്, പാർട്ട് 2ഉം ഇമ്പോർട്ടന്റ് ആയെന്ന് എന്നിപ്പോ മനസ്സിലായില്ലേ? ഓക്കെ, then now let's move on to the next slide. Part 3. Part 3 ഡിസ്കഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. എക്സ്പ്രസസ്, അവിടെ എന്താ വേണ്ടത്? ഇറ്റ് എക്സ്പ്രസസ് യുവർ ഒപ്പീനിയൻസ്, provide reason and engage in a more in-depth conversation. അപ്പൊ അവിടെ എന്താണ് വരുന്നത്? കുറച്ചും കൂടി ഒരു ഇൻഡെപ്ത് ആയിട്ട് ഒരാളോട് നമ്മൾ ഒരു കോൺവെർസേഷനിൽ എൻഗേജ് ചെയ്യാണ്. അപ്പൊ നമ്മുടെ എക്സാമിനർ നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, നമ്മൾ അതിന് ആൻസേഴ്സ് പറയുമ്പോൾ ഒരു കോൺവെർസേഷൻ പോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഡിസ്കസ് ചെയ്യാണ്, കാര്യങ്ങൾ എക്സാമിനറുമായിട്ട് ഡിസ്കസ് ചെയ്യാണ്. അപ്പോ മോർ ഇൻഡെപ്ത്, അവിടെ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് വാട്ടർ കൺസർവേഷനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏരിയയിൽ, നിങ്ങൾ താമസിക്കുന്ന വില്ലേജിൽ വാട്ടർ കൺസേർവ് ചെയ്യാറുണ്ടോ, ഓക്കെ, പ്രിസർവ് ചെയ്യാറുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവിടെ നിങ്ങളുടെ ആൻസർ എന്താ വരേണ്ടത്? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വരണം അല്ലെ. യെസ് ഓർ നോ പറയണം. പറഞ്ഞതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താണ് അവിടെ വരുന്നത്. ഓക്കെ, യു ഹാവ് ടു എക്സ്പ്രസ് യുവർ ഒപ്പീനിയൻ ആൻഡ് ആ അഭിപ്രായത്തിനുള്ള റീസൺ എന്താന്ന് പറയണം. യു ഹാവ് ടു പ്രൊവൈഡ് റീസൺ അല്ലെ. ആൻഡ് ദെൻ എന്താ പറയേണ്ടത്, ഒരു മോർ ഒരു കുറച്ചും കൂടി ആ എക്സാമിനർക്ക് കുറച്ചും കൂടി ഇൻഫർമേഷൻ നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കണം. ഓക്കെ, ഇറ്റ് അസസസ് യുവർ എബിലിറ്റി ടു ഡിസ്കസ് മോർ അബ്സ്ട്രാക്ട് ആൻഡ് കോംപ്ലക്സ് ഐഡിയാസ്. കണ്ടോ, കുറച്ചും കൂടി ഫാക്ച്വലിൽ നിന്ന് വിട്ട് കുറച്ചും കൂടി ഒരു ഇമോഷണൽ ആയിട്ടും ഒരു കുറച്ചും കൂടി വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഡിസ്കസ് ചെയ്യാൻ, അങ്ങനത്തെ ഐഡിയാസ്, കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഐഡിയാസ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനും എക്സ്പ്രസ് ചെയ്യാനും പറ്റുന്നുണ്ടോ എന്ന് അറിയാനാണ് പാർട്ട് 3. ഇറ്റ് ഇവാലുവേറ്റ്സ് യുവർ എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് ഇഫക്റ്റീവ്ലി ഇൻ വേരിയസ് സിറ്റുവേഷൻസ്. അതാണ് പാർട്ട് 3യിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് വരും. അപ്പൊ ആ വേരിയസ് സിറ്റുവേഷനിൽ ആ പറയുന്ന കാര്യങ്ങളെ എഫക്റ്റീവായിട്ട് ബാക്കി നമ്മുടെ മുന്നിലിരിക്കുന്ന ആളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. ആൻഡ് ടു ഹാൻഡിൽ മോർ അഡ്വാൻസ്ഡ് ലാംഗ്വേജ്, അപ്പൊ ഇംഗ്ലീഷിന്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ലെവൽ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് പാർട്ട് 3യിൽ അവർ അസസ് ചെയ്യുന്നത്. ഓക്കെ, സോ പാർട്ട് 1, 2 and 3 all of them are important എന്ന് പറയാനുള്ള കാരണം എന്താണ് എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്താണ് പാർട്ട് 1ൽ നിങ്ങൾ അസസ് ചെയ്യുന്നതല്ല പാർട്ട് 2ൽ അസസ് ചെയ്യുന്നത്, പാർട്ട് 2ൽ അസസ് ചെയ്യുന്നതല്ല പാർട്ട് 3ൽ അസസ് ചെയ്യുന്നത്. മൂന്ന് തരത്തിലാണ് നിങ്ങൾ അസസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ all the 3 parts are important. Okay, so part 1 is to assess simple ലാംഗ്വേജ്, സിമ്പിൾ സർവൈവൽ ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിയോ എന്ന് നോക്കാനാണ് പാർട്ട് 1. പാർട്ട് 2 എന്താണ്, കുറച്ചും കൂടി അറ്റ് ലെങ്ത് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. ആൻഡ് പാർട്ട് 3 മോർ ഇൻ ഡെപ്ത് കമ്മ്യൂണിക്കേഷൻ നിങ്ങളെ കൊണ്ട് പോസിബിൾ ആണോ എന്നുള്ളത് നോക്കാനാണ് പാർട്ട് 3. ഓക്കെ, സോ ഐ ഹോപ്പ് എവറിഥിങ് ഇസ് ക്ലിയർ ടു യു. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയാണ് 3 പാർട്ടിലും അസസ് ചെയ്യുന്നത് എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. Shall we move on to the next slide? Okay, then let's move on to the next slide. ഇനി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് പാർട്ട് 1ലാണ്. ഓക്കെ, ഇന്ന് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പാർട്ട് 1ലാണ്. ഹൗ ടു ഡു വെൽ ഇൻ പാർട്ട് 1. പാർട്ട് 1നെ എങ്ങനെ നന്നായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം, ഓക്കെ, പാർട്ട് 1 എങ്ങനെ നന്നായി ആൻസർ ചെയ്യാം, എങ്ങനെ പാർട്ട് 1നെ നന്നായി ഹാൻഡിൽ ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഓക്കെ, താങ്ക് യു ബിൻസി, താങ്ക് യു ഫോർ ദ റെസ്പോൺസ്. ഓക്കെ, നൗ ഫസ്റ്റ് ടിപ്പ് എന്താന്ന് നോക്കാം. ലിസൺ കെയർഫുള്ളി ടു ദ എക്സാമിനർ. ഓക്കെ, പാർട്ട് 1ൽ നമുക്ക് നന്നായി ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ലിസൺ കെയർഫുള്ളി ടു ദ എക്സാമിനർ.
Listen carefully to the question and ensure you understand it before responding. Okay. അപ്പൊ ഒരാൾ ക്വസ്റ്റ്യൻ ചോദിച്ചു, നമുക്ക് മനസ്സിലായില്ല എന്ന് വിചാരിക്കുക. ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലായില്ല. അപ്പൊ നമ്മൾ ഊഹിച്ചിട്ട് ഇതായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക എന്ന് വിചാരിച്ചു ഒരിക്കലും ആൻസർ ചെയ്യരുത്. യു ഹാവ് ടു ലിസൺ കെയർഫുള്ളി ടു ദ എക്സാമിനർ. എക്സാമിനർ എന്താണ് ചോദിക്കുന്നത് എന്ന് കെയർഫുള്ളി കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആണ് ആൻസർ പറയാൻ പാടുള്ളൂ. ഓക്കെ. റെസ്പോണ്ട് ചെയ്യുന്നതിന് മുന്നേ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഉറപ്പുവരുത്തുക. ഇനി മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യാം, അത് നമുക്ക് നോക്കാം. അത് അടുത്തതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു പ്രൊവൈഡ് റെലവെന്റ് ആൻസേഴ്സ്. റെലവെന്റ് ആയിട്ടുള്ള റെലവൻസി എന്ന് പറഞ്ഞാൽ എന്താ, ചോദിക്കുന്നതിന് ഉത്തരം പറയാം. ഓക്കെ. അല്ലാതെ നമ്മൾ പറയില്ലേ, ഇപ്പൊ നമുക്ക് അറിയില്ലെങ്കിൽ, ഇപ്പൊ പശുവിനെ കുറിച്ചാണ് ചോദിച്ചെന്ന് വിചാരിക്കുക. അപ്പൊ ഞങ്ങൾക്കൊക്കെ പഠിക്കുമ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു തന്നിരുന്നു, നമ്മൾ എസ്സേ ഒക്കെ എഴുതുന്ന സമയത്ത് പശുവിനെ കുറിച്ച് നമ്മളോട് എസ്സേ എഴുതാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ പശുവിനെ കഴുത്തിലൊരു കയറ് കെട്ടിയിട്ട് തെങ്ങിൽ കൊണ്ടുപോയി കെട്ടി. എന്നിട്ട് നമ്മൾ എന്താ, തെങ്ങിനെ കുറിച്ച് എഴുതാണ്. പശുവിനെ നമ്മൾ തെങ്ങ് കൊണ്ടുപോയി കെട്ടി തെങ്ങിനെ കുറിച്ച് എഴുതാണ്, അല്ലെങ്കിൽ തെങ്ങിനെ കുറിച്ച് പറയാം. അപ്പൊ അങ്ങനെ ഒരിക്കലും എന്താ പറയാ, ബീറ്റിംഗ് അറൌണ്ട് ദ ബുഷ് എന്ന് നമ്മൾ പറയും. നാല് ഭാഗത്തുള്ള ഒരു കാര്യം പറയരുത്. ആ ചോദിച്ച ചോദ്യം എന്താണോ ആ ചോദ്യത്തിന് മാത്രമാണ് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആൻസർ ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് ക്വസ്റ്റ്യൻ എന്താണ് എന്ന് കറക്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം റെലവെന്റ് ആയിട്ടുള്ള ആൻസർ പറയാം. ഓക്കെ. That's the first tip. And now let's move on to the next slide. Give detailed responses. Okay. You have to give responses. നമ്മൾ പറഞ്ഞില്ലേ, കുറച്ച് സെന്റൻസ് ലെങ്ത് ഉള്ള സെന്റൻസസ് വേണം പറയാൻ, ഡീറ്റെയിൽഡ് ആയ റെസ്പോൺസ് വേണം പറയാൻ. ഓക്കെ. അതെങ്ങനെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എയിം ടു പ്രൊവൈഡ് മോർ ദാൻ ജസ്റ്റ് യെസ് ഓർ നോ ആൻസേഴ്സ്. ഓക്കെ. സോ ഇപ്പൊ നിങ്ങളടുത്ത് ചോദിക്കുകയാണ്, ഡു യു ഹാവ് എ ഹാബിറ്റ് ഓഫ് ഡ്രിങ്കിങ് ടീ ഇൻ ദ മോർണിംഗ് എന്ന് ചോദിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ യെസ് കഴിഞ്ഞു, അങ്ങനെ പറയരുത്. ഓർ യെസ് ഐ ഡു കഴിഞ്ഞു, അങ്ങനെ ഒരിക്കലും എന്ത് ചെയ്യരുത്, ആൻസർ ചെയ്യരുത്. ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ, കുറച്ച് അറ്റ് ലെങ്ത്തിൽ വേണം നമ്മൾ ആൻസർ കൊടുക്കാനായിട്ട്. ഓഫർ അഡീഷണൽ ഇൻഫോർമേഷൻ ടു എക്സ്പാൻഡ് യുവർ റെസ്പോൺസസ്. ഓക്കെ. ഇപ്പോ അതെ, ഇപ്പൊ ചായ കുടിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോ ചായ കുടിക്കാറുണ്ട്, എനിക്ക് രാവിലെ എണീറ്റ് ആദ്യം കിട്ടേണ്ടത് ചായയാണ്, അപ്പൊ ഇങ്ങനെ ചായ കുടിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡീഷണൽ ഇൻഫർമേഷൻ കൊടുക്കും. ഞാനിവിടെ കൂടുതൽ സ്ട്രെസ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്, നമ്മൾ ഇനി അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ. സോ യു ഹാവ് ടു ഓഫർ അഡീഷണൽ ഇൻഫോർമേഷൻ ടു എക്സ്പാൻഡ് യുവർ റെസ്പോൺസസ്. ക്ലിയർ? Now we have third tip here on the next slide. Speak clearly and fluently. Okay. You have to speak at a moderate pace. ഒരു മോഡറേറ്റ്, അതായത് കൂടുതൽ സ്പീഡിലും പറയാൻ പാടില്ല, കൂടുതൽ സ്ലോ ആയിട്ടും പറയാൻ പാടില്ല. ഒരു ആവറേജ് സ്പീഡിൽ. നമ്മളിപ്പോ നാച്ചുറലി ഒരാളടുത്ത് എങ്ങനെയാണോ സംസാരിക്കുക അതേപോലെ ഒരു നാച്ചുറൽ മോഡറേറ്റ് പേസിൽ വേണം സംസാരിക്കാൻ. ഓക്കെ. ഡു നോട്ട് റഷ് ത്രൂ യുവർ ആൻസേഴ്സ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, നമ്മൾ എപ്പോഴും വിചാരിക്കും നമ്മൾ നല്ല ഫ്ലുവന്റ് ആണ് ഇംഗ്ലീഷിൽ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യരുത്, ഭയങ്കര സ്പീഡിൽ പറയരുത്. ഒരിക്കലും സ്പീഡിൽ പറയുന്നത് മാത്രമല്ല ഫ്ലുവൻസി. നമ്മുടെ പ്രൊനൗൺസിയേഷൻ എന്ന് പറഞ്ഞൊരു ക്രൈറ്റീരിയ കൂടി ഉണ്ട് അല്ലെ, നമ്മുടെ അസസ്മെന്റിൽ പ്രൊനൗൺസിയേഷൻ എന്ന് പറഞ്ഞൊരു ക്രൈറ്റീരിയ കൂടിയുണ്ട്. ആ ക്രൈറ്റീരിയയിൽ നമ്മൾ കൂടുതൽ റഷ് ചെയ്ത് സംസാരിക്കുമ്പോൾ എന്താവാം, പ്രൊനൗൺസിയേഷൻ തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു ക്രൈറ്റീരിയയിൽ നമുക്ക് ബാൻഡ് സ്കോർ കുറയും. അതുകൊണ്ട് ഒരിക്കലും റഷ് ചെയ്ത് സംസാരിക്കരുത്. അവോയ്ഡ് സ്പീക്കിംഗ് ടു സ്ലോലി ഓൾസോ. നമ്മളിങ്ങനെ തപ്പി പതുക്കെയും സംസാരിക്കരുത്, നാച്ചുറലി സംസാരിക്കുക. ആവറേജ് സ്പീഡിൽ നാച്ചുറലി നമ്മൾ എങ്ങനെയാണോ ഒരാൾ നമ്മുടെ അടുത്തൊരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ എങ്ങനെയാണോ നാച്ചുറലി റെസ്പോണ്ട് ചെയ്യുന്നത് അതേപോലെ ആ ഒരു സ്പീഡിൽ വേണം റെസ്പോണ്ട് ചെയ്യാൻ. ക്ലിയർ? ഓക്കെ. സോ യു ഹാവ് ടു സ്പീക്ക് ക്ലിയർലി. ക്ലിയർലി എന്ന് പറയുമ്പോൾ എന്താ, റഷ് ചെയ്യാതെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആയിട്ട് സംസാരിക്കുക. ആൻഡ് ഫ്ലുവന്റ്ലി മീനിങ് നാച്ചുറലി സംസാരിക്കുക. ഓക്കെ. Now let's move on to our next tip on the next slide. Maintain eye contact. You have to maintain your eye contact with the examiner. അത് നമ്മുടെ ബോഡി ലാംഗ്വേജിന്റെ ഒരു പാർട്ടാണ് അല്ലെ. നമ്മൾ കോൺഫിഡന്റ് ആണ്, ഓക്കെ, എനിക്ക് ഈ ആൻസർ അറിയാം, ഞാൻ ഈ ആൻസർ പറയും. ഓക്കെ. സോ അതെന്റെ ബോഡി ലാംഗ്വേജിന്റെ, എന്റെ കോൺഫിഡൻസ് കാണിക്കുന്ന ഒരു ഫാക്ടറാണ് എന്ത്, യു മെയിൻറ്റെയിനിങ് ദ ഐ കോണ്ടാക്ട് എന്ന് പറയുന്നത്.
Okay, so you have to maintain your eye contact with the examiner, and it shows the confidence and engagement in the conversation. അതാണ് ഇപ്പൊ നമ്മളടുത്ത് ഒരാൾ സംസാരിക്കുകയാണ്, ഇപ്പൊ നിങ്ങൾ എൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ നിങ്ങളെ കണ്ണിൽ നോക്കി സംസാരിക്കുന്നില്ല, നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ നാല് പുറം ഇങ്ങനെ നോക്കുകയാണ്. അതെങ്ങനെ ഉണ്ടായിരിക്കും? ആ മുന്നിലിരിക്കുന്ന ആൾക്ക് അത് ഓക്വേർഡ് ആയിട്ട് ഫീൽ ചെയ്യും അല്ലെ? അപ്പൊ ഞാൻ പറയുന്ന കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു ഫീല് വരും. അതാണ് നമ്മളെ എൻഗേജ്മെന്റ് എന്ന് പറയുന്നത്. ഞാൻ ഓക്കെ, ഐ എം റെഡി ടു സ്പീക്ക് വിത്ത് യു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഐ എം കോൺഫിഡന്റ് ഇനഫ് ആൻഡ് ഐ എം റെഡി ടു സ്പീക്ക് വിത്ത് യു ആൻഡ് ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ സ്പീക്കിംഗ് വിത്ത് യു എന്നുള്ളതാണ് ഈ ഐ കോണ്ടാക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ യു ഹാവ് ടു മെയിൻറ്റെയിൻ ഐ കോണ്ടാക്ട് വൈൽ സ്പീക്കിംഗ് വിത്ത് ദ എക്സാമിനർ. Okay, now in the next slide we have another tip. Stay positive. Even if you're asked about challenging or less pleasant topics, respond in a constructive and polite manner. Okay, ചിലപ്പോൾ നമുക്ക് പേഴ്സണലി വേറെ അഭിപ്രായം ഉണ്ടായിരിക്കാം, നെഗറ്റീവായ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം. ബട്ട് യു ഷുഡ് ഓൾവേസ്, ഇനി നെഗറ്റീവായ ഒരു കാര്യം പറയുകയാണെങ്കിലും എന്താണ്, പൊളൈറ്റായി പോസിറ്റീവ് രീതിയിൽ വേണം ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ, ഇപ്പൊ അൺപ്ലസന്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്, ഓക്കെ, അല്ലെങ്കിൽ എന്താ കുറച്ച് ഡിഫിക്കൽട്ട് ആയ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് എങ്കിലും എന്ത് ചെയ്യണം, പോസിറ്റീവായിട്ട് ആൻസർ ചെയ്യാൻ നിങ്ങൾ നോക്കണം. എപ്പോഴും പോസിറ്റീവ് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പോസിറ്റീവായി നമ്മുടെ രീതിയിൽ എങ്ങനെ മാറ്റി പൊളൈറ്റായി ആൻസർ ചെയ്യാൻ പറ്റും എന്ന് നോക്കണം. ഓക്കെ, സോ അതാണ് നെക്സ്റ്റ് ടിപ്പ്. നൗ ഇൻ ദ നെക്സ്റ്റ് സ്ലൈഡ്, പ്രാക്ടീസ് കോമൺ ക്വസ്റ്റ്യൻസ്. ഇത് എന്താന്ന് വെച്ചാൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യണ്ടേ, അതായത് ഇവിടെ പാർട്ട് 1 എന്താണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടതെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. അതാണ് പറയുന്നത് കോമൺ ക്വസ്റ്റ്യൻസ്. ഓക്കെ, പാർട്ട് 1 ചോദിക്കാറുള്ള കോമൺ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കോമൺ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനോട് നിങ്ങളെ ഫെമിലിയറൈസ് ചെയ്യാം, നിങ്ങൾ തന്നെ പഠിക്കുക. ഇപ്പൊ ഇതൊക്കെ ടോപ്പിക്സ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ, ഫാമിലി, സ്റ്റഡി ഓർ വർക്ക്, നിങ്ങളെ കുറിച്ചിട്ടുള്ള ചോദ്യം മാത്രമേ ചോദിക്കൂ. ഡെയിലി റുട്ടീൻ, പിന്നെ ഫുഡ് ആൻഡ് കുക്കിംഗ് അല്ലെങ്കിൽ ടെക്നോളജി, ഹോബീസ്, ഇതിനൊക്കെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിക്കുന്ന രീതിയിൽ മാത്രമാണ് പാർട്ട് 1 ക്വസ്റ്റ്യൻസ് വരുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം, പ്രാക്ടീസ് ആൻസറിങ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ദീസ് ടോപ്പിക്സ് ടു ബിൽഡ് കോൺഫിഡൻസ്. ഇതാണ് ഞാൻ പറഞ്ഞത്. എന്താ പറഞ്ഞത്, ഈ ക്വസ്റ്റ്യൻസ്, ഈ ടോപ്പിക്സ്, ഇതെല്ലാം അവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ടോപ്പിക്സിനെ കുറിച്ചൊക്കെ നോക്കി അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം എടുത്ത് നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരും. ഓക്കെ, ഇതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ്, നമുക്ക് അവിടെ പാനിക് ആവേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് ആ ഒരു പാർട്ട് 1 അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ടിപ്സ് പാർട്ട് 1, ഹൗ ടു ഡു വെൽ ഇൻ പാർട്ട് 1 എന്നുള്ളതിൽ പറഞ്ഞത്. ആദ്യം നമ്മൾ പറഞ്ഞത് എന്താണ്, യു ഹാവ് ടു ലിസൺ കെയർഫുള്ളി ടു ദ എക്സാമിനർ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ thoroughly ബിഫോർ യു റെസ്പോണ്ട് ടു ദ ക്വസ്റ്റ്യൻ. ഓക്കെ, then second tip എന്തായിരുന്നു, ജസ്റ്റ് യെസ് ഓർ നോ ആൻസർ പറയാതെ യു ഷുഡ് ഹാവ് ടു ഗീവ് എ ഡീറ്റെയിൽഡ് റെസ്പോൺസ് ഓർ എ ഡീറ്റെയിൽഡ് ആൻസർ. ഓക്കെ, then നെക്സ്റ്റ് ടിപ്പ് എന്തായിരുന്നു, യു ഹാവ് ടു സ്പീക്ക് ക്ലിയർലി and fluently. Okay, then you have to maintain eye contact with the examiner, and then you have to stay positive always. Difficult question aanu, unpleasant question aanengilum you have to stay positive always. And lastly and most importantly, you should practice common questions that are asked in or there are chances of asking those questions in part 1. അങ്ങനത്തെ questions എടുത്തിട്ട് എന്ത് ചെയ്യാ, പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, so these are the tips for doing efficiently in part 1. ഓക്കെ, ഇനി ഈ ഏരിയ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ആർക്കും ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? ഹലോ ആതിര. ഓക്കെ, ആർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ പോസ്റ്റ് ഇറ്റ് ഇൻ ദ കമന്റ്സ്. ഓക്കെ, നൗ ഐ തിങ്ക് നെക്സ്റ്റ് പാർട്ടിലോട്ട് മൂവ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ നെക്സ്റ്റ് സ്ലൈഡിൽ അതാണുള്ളത്, ഹൗ ടു ഗീവ് എ ഡീറ്റെയിൽഡ് ആൻസർ ഇൻ പാർട്ട് 1. ഇപ്പൊ ഞാൻ പറഞ്ഞു എസ് ഓർ നോയില് ആൻസർ പറയരുത്, ഓർ കുറച്ചും കൂടി ഇൻഫോർമേഷൻ കൊടുത്തിട്ട് വേണം ആൻസർ പറയാൻ. അപ്പൊ അതെങ്ങനെ പറയും, ഒരു പാർട്ട് 1 എങ്ങനെ ഡീറ്റെയിൽഡ് ആൻസർ പറയാൻ പറ്റും?
നമുക്ക് എങ്ങനെ ഇപ്പൊ ഡീറ്റെയിൽ ആൻസർ കൊടുക്കണം എന്ന് പറയുമ്പോൾ അത് എങ്ങനെ കൊടുക്കാന്ന് അറിയണ്ടേ. അപ്പൊ അതെങ്ങനെയാണ് കൊടുക്കാൻ പറ്റുക, ഡീറ്റെയിൽഡ് ആൻസർ ബിൽഡ് ചെയ്യാൻ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടിപ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് എക്സ്പാൻഡ് ഓൺ ദ ബേസിക്സ്. അതെന്താ? ഡോണ്ട് ജസ്റ്റ് പ്രൊവൈഡ് വൺ വേർഡ് ആൻസേഴ്സ്, ആഡ് മോർ ഇൻഫർമേഷൻ. അതാണ് എക്സ്പാൻഡ് ഓൺ ദ ബേസിക്. ഇപ്പൊ നിങ്ങളുടെ പേരാണ് ചോദിച്ചെങ്കിലും കൂടെ എന്ത് ചെയ്യുക, ബേസിക് ആയ ഒരു കാര്യമാണ് നിങ്ങളുടെ പേര്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹോം ടൗണിനെ കുറിച്ച് ചോദിച്ചു, അപ്പൊ ഞാൻ കൊച്ചിയിലാണ് എന്ന് പറഞ്ഞു നിർത്താതെ എന്ത് ചെയ്യുക, അത് കൂടെ കുറച്ചുകൂടി ഇൻഫർമേഷൻ ആഡ് ചെയ്യുക. ബേസിക് ആയ കാര്യമാണ് പേര്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഓർ എൽസ് വേർ ഡു യു ലീവ്, നിങ്ങളുടെ ഹോം ടൗൺ എന്താണ് എന്നൊക്കെ ബേസിക് ആയ കാര്യങ്ങളാണ്. ഈ ബേസിക് ആയ കാര്യങ്ങളിലൂടെ കുറച്ചുകൂടി ഇൻഫർമേഷൻസ് കൊടുക്കുക. അതാണ് എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇഫ് ആസ്ക്ഡ് അബൌട്ട് യുവർ ഹോം ടൗൺ മെൻഷൻ ഇറ്റ്സ് ലൊക്കേഷൻ. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ പറയാം, കൊച്ചി ആണെങ്കിൽ കൊച്ചി ഈസ് നോൺ ആസ് എന്താ പറയുന്നത്, ക്യൂൻ ഓഫ് ദ അറേബ്യൻ സീ, അങ്ങനെ അത് അറിയപ്പെടാറുണ്ട്. പിന്നെ എന്താണ്, അതിന്റെ ഏരിയ എങ്ങനെയാണ്, ഇറ്റ്സ് ലൊക്കേഷൻ, ഇറ്റ്സ് സൈസ്, ആൻഡ് അവിടെയുള്ള നോട്ടബിൾ ലാൻഡ്മാർക്സ് എന്തൊക്കെയാണ്, ലുലു മാൾ ഉണ്ട്, എന്തൊക്കെ കൊച്ചിയിൽ പറയാം, കൊച്ചി ആണെങ്കിൽ എന്തൊക്കെ പറയാം. അതേപോലെ നിങ്ങളുടെ ഹോം ടൗൺ ഏതാണോ അവിടുത്തെ ലാൻഡ് മാർക്ക്. ഓക്കെ, ഇപ്പൊ ദുബായ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ബുർജ് ഖലീഫ പറയാം. ആഗ്ര ആണെങ്കിൽ എന്ത് പറയാം, താജ്മഹൽ ഉണ്ട് എന്ന് പറയാം, അല്ലെ. അതേപോലെ ലാൻഡ് മാർക്സ് നോട്ട് ചെയ്ത് നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റും. ആൻഡ് എനി ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് അബൌട്ട് യുവർ ഹോം ടൗൺ. ഇപ്പൊ ഹോം ടൗണിൽ ഇപ്പൊ പാലക്കാട് ആണെങ്കിൽ നമുക്കറിയാം, ഇപ്പൊ റീസെന്റ് കൊല്ലങ്കോട് ഒരു നാച്ചുറൽ സ്പോട്ട് വൈറലായിരുന്നു, അല്ലെ. അതൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പൊളൈറ്റ്ലി എന്ത് ചെയ്യാം, ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് അബൌട്ട് യുവർ ഹോം ടൗൺ ഉണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്ക് ആഡ് ചെയ്ത് പറയാം. ഞാൻ ഇങ്ങനെ കൊച്ചിയിൽ നിന്നാണ് എന്ന് പറഞ്ഞു നിർത്താതെ അതിന്റെ ലൊക്കേഷൻ, അത് എത്രത്തോളം വലുപ്പമുണ്ട്, എത്രത്തോളം ആളുകൾ അവിടെ താമസിക്കുന്നുണ്ടാവാം അപ്രോക്സിമേറ്റ്ലി, പിന്നെ അവിടുത്തെ നോട്ടബിൾ ലാൻഡ്മാർക്സ്, ഇപ്പൊ എന്റെ നാട് ഇതിനാണ് അറിയപ്പെടുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് എക്സ്പാൻഡ് ഓൺ ദ ബേസിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ബേസിക് ആയ കാര്യത്തിലൂടെ ആഡിങ് മോർ ഇൻഫർമേഷൻ. ഓക്കെ, കൂടുതൽ ഇൻഫർമേഷൻ ആഡ് ചെയ്യുക, അതാണ് എക്സ്പാൻഡിങ് ഓൺ ദ ബേസിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഓൺ ദ നെക്സ്റ്റ് സ്ലൈഡ് വി ഹാവ് അനദർ ടിപ്പ്, പ്രൊവൈഡ് എക്സാമ്പിൾസ്. യൂസ് സ്പെസിഫിക് എക്സാമ്പിൾസ് ടു ഇല്ലസ്ട്രേറ്റ് യുവർ പോയിന്റ്സ്. എക്സാമ്പിൾസ് എപ്പോഴും കറക്റ്റ് ഫാക്ച്വൽ ആയിരിക്കണം എന്നൊന്നുമില്ല. യു ക്യാൻ സൈറ്റ് എക്സാമ്പിൾസ് ഫ്രം യുവർ എക്സ്പീരിയൻസ് ഓൾസോ. ഇപ്പൊ ഒരു പറയാണ്, ഇപ്പൊ ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറയാണ്. ഇപ്പൊ എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്, ഇഫ് യു ആർ ടോക്കിംഗ് അബൌട്ട് യുവർ ഫേവറേറ്റ് ഹോബി ഷെയർ എ റീസെന്റ് എക്സ്പീരിയൻസ് റിലേറ്റഡ് ടു ദാറ്റ് ഹോബി. ഇപ്പൊ ഞാൻ പറയാണ്, എനിക്ക് രാവിലെ എണീറ്റ് നടക്കാൻ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്, അതെന്റെ ഹോബിയാണ്. അപ്പൊ ഞാൻ ഒരു ദിവസം നടക്കാൻ പോയ സമയത്ത് എന്തായി, ഇങ്ങനെ ഒരാളെ കണ്ടുമുട്ടി, ആൻഡ് വി ഹാഡ് എ ചാറ്റ് ആൻഡ് വി ഹാഡ് എ കപ്പ് ഓഫ് ടീ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പറയാം. അതാണ് എക്സാമ്പിൾ കൊടുക്കുക എന്ന് പറയുന്നത്. എന്റെ ഹോബി ഇന്നതാണ്, ആൻഡ് ഒരു എക്സാമ്പിൾ, നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസും കൂടി അതിൽ ആഡ് ചെയ്യുമ്പോൾ ഒരു എക്സാമ്പിൾ കൂടി കൊടുത്ത് എന്തായി, അതൊന്നുകൂടി നമ്മൾ ഇൻഫർമേഷൻ കൂടുതൽ കൂട്ടി ഒരു ഡീറ്റെയിൽഡ് ആൻസർ ആക്കി മാറ്റി. Okay, so the first one is adding more information and the second one is providing example. Okay, now on the next slide we have using descriptive language. Descriptive language എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കാര്യത്തിനെ ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്നതിനാണ് ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ കണ്ടോ, ഇൻസ്റ്റെഡ് ഓഫ് ഐ വാച്ച് TV എന്ന് പറയുന്നതിന് പകരം യു കെൻ സേ ഇൻ മൈ ഫ്രീ ടൈം. അപ്പൊ ഞാൻ TV കാണാറുണ്ട് എന്നുള്ള ഒരു കാര്യത്തിനെ എന്താണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് പറയാണ്. ലാംഗ്വേജ്, ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജ്, അഡ്ജക്റ്റീവ്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ അതിനെ ഒന്നുകൂടി ബ്യൂട്ടിഫുൾ ആക്കിയിട്ട് പറയുന്നതാണ്. ഐ വാച്ച് TV എന്നുള്ളതിനെ എങ്ങനെ പറയാം, ഇൻ മൈ ഫ്രീ ടൈം ഐ ലൈക്ക് ടു വാച്ച് TV. ഇറ്റ് ഹെൽപ്സ് മീ റിലാക്സ് ആൻഡ് ഹാവ് ഫൺ. I especially enjoy exciting shows that make me laugh or feel happy. കണ്ടോ, ബ്യൂട്ടിഫുൾ ആയ ഒരു ആൻസർ ആയില്ലേ. ഇപ്പൊ എന്താണ്, ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നമ്മൾ ആൻസർ ചെയ്യാണ്. എന്താ പറയുക, ഐ വാച്ച് TV, ഞാൻ TV കാണാറുണ്ട് എന്ന് പറയുന്നതിന് പകരം എന്ത് ചെയ്യാണ്, എനിക്ക് ടൈം കിട്ടുമ്പോൾ, ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ TV കാണാറുണ്ട്. TV കാണുമ്പോൾ എനിക്ക് എന്താണ്, നല്ല റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് എന്നൊക്കെ ആഡ് ചെയ്ത് പറയാണ്. ഓക്കെ, എനിക്ക് എക്സൈറ്റിംഗ് ഷോസ്, എന്നെ ചിരിപ്പിക്കുന്ന അല്ലെങ്കിൽ എന്നെ ഹാപ്പി ആക്കുന്ന ഷോസ് കാണാനാണ് ഇഷ്ടം. ഓക്കെ, അപ്പൊ ആൻസർ എന്തായി, ഡീറ്റെയിൽഡ് ആൻസർ ആയി മാറി. ഓക്കെ, അതാണ് ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജ് യൂസ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിസ്ക്രൈബ് പീപ്പിൾ
പ്ലേസസ് ആൻഡ് തിങ്സ് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കുറച്ചും കൂടി അതൊന്ന് ഡിസ്ക്രിപ്റ്റീവ് ആക്കി പറഞ്ഞ് ഒരു അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, നൗണിനെ നമ്മളിപ്പോ ടിവിനെ നമ്മൾ വിശേഷിപ്പിച്ചിട്ടാണ് എന്താണ് എൻ്റെ വീട്ടിൽ ദർ ഇസ് എ ബിഗ് ടി വി, ബിഗ് സ്ക്രീൻ ടി വി എന്നൊക്കെ പറയാം. അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്റ്റീവ് ആക്കിയിട്ട് ആൻസർ പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജിനാണ് ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നൗ in the next slide we have using connectors. Okay, use connectors എന്താ, ഒരു സെന്റൻസിനെ വേറൊരു സെന്റൻസുമായിട്ട് കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ കണക്ടേഴ്സ് എന്ന് പറയുന്നത്. യൂസ് കണക്ടേഴ്സ് ലൈക്ക് ബിക്കോസ്, ഓൾദോ, ഹവെവർ ആൻഡ് ഇൻ അഡീഷൻ ടു കണക്ട് ഐഡിയാസ്. നിങ്ങളുടെ ഐഡിയാസും തോട്ട്സും സെന്റൻസസും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള കണക്ടേഴ്സ് യൂസ് ചെയ്യാം. ബിക്കോസ്, എന്നിരുന്നാലും, നെവർദ്ലെസ്, ഓർ ആയതിനാൽ, അങ്ങനെയൊക്കെ നമ്മൾ മലയാളത്തിൽ പറയില്ലേ, അതാണ് ബിക്കോസ്, ഓൾദോ, ഹവെവർ ആൻഡ് ഇൻ അഡീഷൻ ടു, or to add more information. Okay, this add depth to your responses. അപ്പൊ എന്താ, ഇങ്ങനെ പറയുന്ന സമയത്ത് യു കെൻ നിങ്ങളുടെ ആൻസറിന് കുറച്ചുകൂടി ഒരു എന്തുണ്ടായിരിക്കും, കുറച്ചുകൂടി ഒരു ഡെപ്ത് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ കണക്ടേഴ്സിനെ കുറിച്ച് നമുക്ക് വേറൊരു ലൈവിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഹൗ ടു യൂസ് കണക്ടേഴ്സ് ഇൻ IELTS സ്പീക്കിംഗ് എന്നുള്ളൊരു ടോപ്പിക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് പറയാനുണ്ട്. അത് നമുക്ക് വേറൊരു ലൈവിൽ നമ്മൾ പറയുന്നതായിരിക്കും. ഓക്കെ, നൗ ഹിയർ എക്സാമ്പിൾ ഉണ്ട്. എന്താണ്, ഐ ലൈക്ക് ദ സിറ്റി. സിറ്റിയിൽ ജീവിക്കാൻ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. എന്താ അതിന്റെ റീസൺ കൊടുക്കാണ്, ബിക്കോസ് ഇറ്റ്സ് വൈബ്രന്റ് ആൻഡ് എക്സൈറ്റിംഗ്. അതെന്താണ്, വൈബ്രന്റ്, കളർഫുൾ ആണ് ആൻഡ് എപ്പോഴും ആക്റ്റീവ് ആണ് സിറ്റി ലൈഫ്, ആൻഡ് ഇറ്റ് ഈസ് എക്സൈറ്റിംഗ്. ബട്ട്, എന്നാലും, സ്റ്റിൽ, ബട്ട് ഒക്കെ നമുക്ക് അവിടെ യൂസ് ചെയ്യാം. എന്താണ്, ദ കൺട്രി സൈഡ് ഈസ് പീസ്ഫുൾ ആൻഡ് റിലാക്സിങ്. കൺട്രി സൈഡ് മീനിങ് എന്താ, ഒരു റൂറൽ അല്ലെങ്കിൽ ഒരു വില്ലേജ് ഏരിയ, ഗ്രാമപ്രദേശം. എന്താണ്, ഇറ്റ് ഈസ് പീസ്ഫുൾ ആൻഡ് റിലാക്സിങ്. ഐ ലൈക്ക് ദ സിറ്റി, കാരണം എന്താ, ബിക്കോസ് ഇറ്റ്സ് വൈബ്രന്റ് ആൻഡ് എക്സൈറ്റിംഗ്. പക്ഷേ ബട്ട് കൺട്രി സൈഡ് എന്താണ്, പീസ്ഫുൾ ആൻഡ് റിലാക്സിങ് ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ ആ കണക്ടേഴ്സ് ബിക്കോസും ബട്ടൊക്കെ എങ്ങനെയാ യൂസ് ചെയ്തതെന്ന് മനസ്സിലായില്ലേ? അത് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, കണക്ടേഴ്സ് യൂസ് ചെയ്തിട്ടും നമ്മുടെ ആൻസേഴ്സിനെ ഡീറ്റെയിൽഡ് ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്ര നേരം നോക്കിയത് എന്തായിരുന്നു, നമ്മൾ കൊടുക്കുന്ന ആൻസേഴ്സിനെ എങ്ങനെ ഡീറ്റെയിൽഡ് റെസ്പോൺസ് ആക്കി മാറ്റാം എന്നാണ് ഇത്ര നേരം നോക്കിയത്. അതിൽ ആദ്യം നമ്മൾ പറഞ്ഞു എക്സ്പാൻഡ് ഓൺ യുവർ ബേസിക്സ്, മീനിങ് ആഡ് മോർ ഇൻഫർമേഷൻ. പിന്നെ നമ്മൾ പറഞ്ഞു യു ക്യാൻ പ്രൊവൈഡ് എക്സാമ്പിൾസ്. ഓക്കെ, നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റും. ആൻഡ് ദെൻ യു കെൻ യൂസ് ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജ്. ഓക്കെ, അഡ്ജക്റ്റീവ്സ് എല്ലാം യൂസ് ചെയ്ത് കുറച്ചും കൂടിയും ബ്യൂട്ടിഫുൾ ആയിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. അത് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് പറ്റും. ഓക്കെ, ആൻഡ് യു ക്യാൻ യൂസ് കണക്ടേഴ്സ് എന്ന് പറഞ്ഞു അല്ലെ, ഇങ്ങനത്തെ ആൻഡ്, ബട്ട്, ഓർ, ബിക്കോസ്, നെവർദ്ലെസ്, ഓൾദോ, ദോ ഒക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇതാണ് കണക്ടേഴ്സ് എന്ന് പറയുന്നത്. മോർ ഓവർ, however, in addition to, ഇതിനൊക്കെ ഓരോ യൂസസ് ഉണ്ടല്ലേ, അതൊക്കെ എവിടെ കറക്റ്റ് യൂസ് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ വേറൊരു ലൈവിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ കണക്ടേഴ്സ് യൂസ് ചെയ്തിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസേഴ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് രണ്ട് എക്സാമ്പിൾ നോക്കാം. നെക്സ്റ്റ് സ്ലൈഡിൽ വി ഹാവ് എ സാമ്പിൾ ആൻസർ 1. അപ്പൊ പാർട്ട് 1 നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാൻ പറയുന്നത്. നിങ്ങളടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡു യു ലൈക്ക് ടു ഡു ഇൻ യുവർ ഫ്രീ ടൈം. ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് ഇഷ്ടം? അപ്പൊ ബേസിക് ആൻസർ എന്താ, ഐ എൻജോയ് റീഡിങ് ബുക്സ്. കഴിഞ്ഞു. ഓക്കെ, അതാണ് നമ്മുടെ ഒരു ബേസിക് ആയ ആൻസർ വരിക. എന്താ, ഫ്രീ ടൈമിൽ എന്ത് ചെയ്യാനാണ് ഇഷ്ടം, ഐ എൻജോയ് റീഡിങ് ബുക്സ്. കഴിഞ്ഞു. ഓക്കെ, അങ്ങനെ ആൻസർ ചെയ്യുന്നതിന് പകരം നമ്മളിപ്പോ പറഞ്ഞ ടിപ്സ് എല്ലാം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എക്സ്പാൻഡഡ് ആയ ഒരു ആൻസർ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. I really like reading books in my free time. When I read, it's like I'm in a different world. കണ്ടോ, ഞാൻ വായിക്കുമ്പോൾ ഞാൻ ആ ഒരു എക്സ്പീരിയൻസ് പറയാണ്. ഓക്കെ, ഞാൻ വായിക്കുമ്പോൾ ഞാൻ വേറൊരു ലോകത്താണ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഫോർ എക്സാമ്പിൾ സൈറ്റ് ചെയ്തു, കണ്ടോ, പ്രൊവൈഡ് ചെയ്തു. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഐ റിയലി ലൈക്ക് റീഡിങ് ബുക്സ് ഇൻ മൈ ഫ്രീ ടൈം എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മളൊരു അഡീഷണൽ ഇൻഫർമേഷൻ കൂടി കൊടുത്തു, വെനെവർ ഐ റീഡ്. ഓക്കെ, വെൻ ഐ റീഡ് ഇറ്റ്സ് ലൈക്ക് ഐ ആം ഇൻ എ ഡിഫറെന്റ് വേൾഡ് എന്നൊരു അഡീഷണൽ ഇൻഫർമേഷൻ കൂടി കൊടുത്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഒരു എക്സാമ്പിൾ കൂടി ഇൻക്ലൂഡ് ചെയ്തു. ഐ റീസെന്റ്ലി റെഡ് ദ ഗ്രേറ്റ് ഗാറ്റ്സ്ബി ബൈ F. Scott Fitzgerald and it's make me feel like I was in the 1920s. കണ്ടോ,
എന്താ പറഞ്ഞേ, ആൻഡ് യൂസ് ചെയ്തല്ലേ അവിടെ എക്സാമ്പിൾ കൊടുത്തിട്ട് എന്താ പറഞ്ഞത്, ഞാനിപ്പോ അടുത്ത് ഗ്രേറ്റ് ഗാറ്റ്സ്ബി എന്നുള്ളൊരു നോവൽ വായിച്ചിട്ടുണ്ടായിരുന്നു. അത് വായിച്ചപ്പോൾ എനിക്ക് 1920s പോലെ തോന്നി, ഞാൻ 1920s എന്നുള്ള പോലെ തോന്നി എന്നാണ് പറയുന്നത്. ആൻഡ് പിന്നെ എന്താ പറയുന്നത്, റീഡിങ് ഹെൽപ്സ് മീ റിലാക്സ് ആൻഡ് ലേൺ ന്യൂ വേർഡ്സ് ആൻഡ് ഇറ്റ് ടീച്ചസ് മീ അബൌട്ട് ഡിഫറെന്റ് പ്ലേസസ് ആൻഡ് ടൈംസ്. ക്ലിയർ? കഴിഞ്ഞു. ഇത്രയും പറഞ്ഞാൽ എന്തായി, ഒരു ഡീറ്റെയിൽഡ് ആൻസർ ആയി മാറി. ഒരു 15 seconds കൊണ്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു 3 sentences നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്ന അതാണ് പാർട്ട് 1 വരുന്നത്. ഓക്കെ, ദിസ് ഈസ് എ സാമ്പിൾ ആൻസർ. ഓക്കെ, എന്താ പറഞ്ഞേ, ഐ റിയലി ലൈക്ക് reading books in my free time. When I read, it's like I'm in a different world. For example, I recently read The Great Gatsby by F. Scott Fitzgerald, and it made me feel like I was in the 1920s. Reading helps me relax and learn new words. പുതിയ വേർഡ്സ് പഠിക്കാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. And it teaches me about different places and times. Okay, അതൊരു ആൻസർ ആയി. ഇനി നെക്സ്റ്റ് വേറൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ഇൻ ദ നെക്സ്റ്റ് സ്ലൈഡ് വി ഹാവ് എ സാമ്പിൾ ആൻസർ. വേറൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, ആർ യു എ പേഴ്സൺ ഹു ലൈക്സ് ഷോപ്പിംഗ് എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ആൻസർ എന്ത് വരണം? നമ്മളോട് പേഴ്സണലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പൊ എന്താ, നിങ്ങൾക്ക് ഷോപ്പിംഗ് ഇഷ്ടമുള്ള ഒരാളാണോ എന്ന് ചോദിക്കാണ്. യെസ്, ഐ എൻജോയ് ഷോപ്പിംഗ്. അവിടെ നമ്മൾ ആൻസർ നിർത്തരുത്. നമ്മുടെ എക്സ്പാൻഡഡ് ആൻസർ എങ്ങനെ വരണം? യെസ്, I am someone who likes shopping. For instance എന്ന് പറഞ്ഞാൽ എന്താ? ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ നമ്മൾ കൊടുക്കുകയാണ്. Last weekend, I went shopping with my friends to buy some new clothes. ലാസ്റ്റ് വീക്ക്, കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ കുറച്ച് പുതിയ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി എന്ന് പറയാണ്. We had a great time trying on different outfits and helping each other choose. എന്താ, ഞങ്ങൾ ഡിഫറെന്റ് ഔട്ട്ഫിറ്റ്സ് ട്രൈ ചെയ്ത് നോക്കി ആൻഡ് പരസ്പരം ഹെൽപ്പ് ചെയ്തു. ഏതാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് പരസ്പരം ഹെൽപ്പ് ചെയ്തു. ഓൾദോ ഐ എൻജോയ് ഷോപ്പിംഗ്, എനിക്ക് ഷോപ്പ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിലും ഓൾദോ കണക്ടർ യൂസ് ചെയ്ത് കണ്ടോ. ഓൾദോ ഐ എൻജോയ് ഷോപ്പിംഗ്, ഐ ഓൾസോ ട്രൈ ടു ബി മൈൻഡ്ഫുൾ ഓഫ് മൈ ബഡ്ജറ്റ്. ബഡ്ജറ്റിനെ കുറിച്ച് എപ്പോഴും ഞാൻ കെയർഫുൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഐ ഡോണ്ട് ലൈക്ക് ഓവർ സ്പെൻഡിങ്, സോ ഐ മേക്ക് എ ലിസ്റ്റ് ഓഫ് വാട്ട് ഐ നീഡ് ആൻഡ് സ്റ്റിക്ക് ടു ഇറ്റ്. എനിക്ക് ഓവർ സ്പെൻഡ് ചെയ്യുന്നത് ഇഷ്ടമല്ല. അപ്പൊ എന്താ, ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് മാത്രമാണ് വാങ്ങാറുള്ളൂ. ക്ലിയർ ആയോ? ആൻസർ കംപ്ലീറ്റ് ആയി. എല്ലാം അതിൽ വന്നു അല്ലെ. എന്താ പറഞ്ഞത്, എനിക്ക് ഷോപ്പിങ്ങിന് പോകാൻ ഇഷ്ടമാണോ ചോദിച്ചു. യെസ്, ഇഷ്ടമാണ് എന്നുള്ള എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ യെസ് ആണോ നോ ആണോ എന്ന് പറയാൻ ഓർമ്മിക്കണം, അത് മറക്കരുത്. യെസ്, ഐ ആം എ പേഴ്സൺ ഹു ലൈക്ക് ഷോപ്പിംഗ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞു അല്ലെ. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഷോപ്പിങ്ങിന് ഇഷ്ടമുള്ള ഒരാളാണെങ്കിലും ഞാൻ എന്ത് ചെയ്യാറുണ്ട്, എന്റെ ബഡ്ജറ്റിനെ കുറിച്ച് ഞാൻ കെയർഫുൾ ആവാറുണ്ട്. ഞാൻ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അത് മാത്രമാണ് ഫോളോ ചെയ്യാറ് എന്ന് പറഞ്ഞു. ഓക്കെ, സോ അതൊരു ഡീറ്റെയിൽഡ് ആൻസർ ആയി മാറി. ഓക്കെ, ഇപ്പൊ എങ്ങനെയാണ് നമുക്ക് പാർട്ട് 1 ഡീറ്റെയിൽഡ് ആൻസർ കൊടുക്കേണ്ടത് എന്ന് ക്ലിയർ ആയോ? ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു, റൈറ്റ്? ഓക്കെ, now let's move on to the next slide. ഇനിയാണ് ചോദ്യം. അപ്പൊ ടീച്ചർ പറഞ്ഞല്ലോ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ കറക്റ്റായി മനസ്സിലായതിനു ശേഷം മാത്രം ആൻസർ ചെയ്യാന്ന് പറഞ്ഞു അല്ലെ. ഇനിയിപ്പോ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പൊ ആദ്യം എക്സാമിനർ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് വിചാരിക്കും. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. യു ക്യാൻ ആസ്ക് ഫോർ ക്ലാരിഫിക്കേഷൻ. ഓക്കെ, ക്ലാരിഫിക്കേഷൻ ചോദിക്കാൻ പറ്റും. പാർട്ട് 1 പാർട്ട് 3 you can ask clarification. Don't be afraid to ask the examiner to repeat or clarify the question. You can ask the examiner. Okay, അതിൽ പേടിക്കേണ്ട കാര്യമില്ല. You can ask the examiner to repeat the question. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ചോദിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് ക്ലാരിഫൈ ചെയ്ത് തരുമോ, ആ ക്വസ്റ്റ്യൻ കൊണ്ട് എന്താ ഉദ്ദേശിച്ചതെന്ന് ക്ലാരിഫൈ ചെയ്ത് തരുമോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷെ എങ്ങനെ ചോദിക്കണം? സ്റ്റാർട്ട് യുവർ റിക്വസ്റ്റ് ഫോർ ക്ലാരിഫിക്കേഷൻ വിത്ത് പൊളൈറ്റ് ലാംഗ്വേജ്. പൊളൈറ്റ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ചോദിക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, Now in the next slide നമുക്ക് കുറച്ച് അങ്ങനത്തെ ഫ്രേസസ് ഉണ്ട്. എന്തൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാവാത്ത ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ എങ്ങനെ ചോദിക്കാം എന്നുള്ളതാണ്. യു ക്യാൻ സേ, കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, പൊളൈറ്റ് വേ ഓഫ് ആസ്കിങ് ഫോർ ക്ലാരിഫിക്കേഷൻ ആണ്. എന്ത്, കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ദ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാവോ. കുഡ് എന്ന് പറയുമ്പോൾ അറ്റ്മോസ്റ്റ് ലെവൽ ഓഫ് പൊളൈറ്റ്നെസ് ആണ് വരുന്നത്. കുഡ്, ക്യാനേക്കാൾ കുഡ് യൂസ് ചെയ്യാണ് നല്ലത്. കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ദ ക്വസ്റ്റ്യൻ. ഐ എം സോറി, ഐ ഡിഡ്ന്റ് ക്വൈറ്റ് ക്യാച്ച് ദാറ്റ്. സോറി, എനിക്കൊന്ന് മനസ്സിലായില്ല. കുഡ് യു റിപ്പീറ്റ് ഇറ്റ് പ്ലീസ്.
You can ask like that. Okay, could you repeat it please എന്ന് ചോദിക്കാം. Then would you mind providing more details about എന്തിനെ കുറിച്ചാണോ നിങ്ങൾക്ക് മോർ ഡീറ്റെയിൽസ് മനസ്സിലായി, പക്ഷെ അതിനെക്കുറിച്ച് എന്താണ് ഉദ്ദേശിച്ചതെന്ന് ക്ലിയർ ആയില്ല. അപ്പൊ എന്ത് ചെയ്യാം, അതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽസ് പറഞ്ഞു തരുമോ, എന്താണ് ഉദ്ദേശിച്ചത് കുറച്ചും കൂടി ഡീറ്റെയിൽസ് പറഞ്ഞു തരുമോ എന്ന് നമുക്ക് എങ്ങനെ ചോദിക്കാം. വുഡ് യു മൈൻഡ് പ്രൊവൈഡിങ് മോർ ഡീറ്റെയിൽസ് അബൌട്ട് ഏതാണോ ആ കാര്യം പറയാം. ആൻഡ് മേ ഐ ആസ്ക് ഫോർ സം അഡീഷണൽ കോണ്ടെക്സ്റ്റ് റിഗാർഡിംഗ് ദ ക്വസ്റ്റ്യൻ ഓർ അഡീഷണൽ ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, മേ ഐ ആസ്ക് ചോദിച്ചോട്ടെ, അഡീഷണൽ എന്തെങ്കിലും അഡീഷണൽ ഡീറ്റെയിൽസ് ആ ക്വസ്റ്റ്യനെ കുറിച്ച് തരുമോ എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, സോ കുഡ്, പിന്നെ ഐ എം സോറി ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, കുഡ് യു പ്ലീസ് എക്സ്പ്ലെയിൻ ഇറ്റ്, അങ്ങനെ ചോദിക്കാം. ഓക്കെ, സോറി പറയാം ഫോർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ്. ആൻഡ് കുഡ് യു എന്ന് യൂസ് ചെയ്യാം, മേ ഐ യൂസ് ചെയ്യാം, വുഡ് യു മൈൻഡ് എന്ന് യൂസ് ചെയ്യാം. ഓക്കെ, ഈ ഇങ്ങനത്തെ ഫ്രേസസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യന് എപ്പോഴും ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് ചോദിക്കാം, നോ പ്രോബ്ലം. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യന് മനസ്സിലായില്ലെങ്കിൽ എക്സാമിനറോട് ക്ലാരിഫിക്കേഷൻ ചോദിക്കുന്നതിൽ നിങ്ങളുടെ ബാൻഡ് സ്കോർ എഫക്ട് ചെയ്യില്ല. യു ക്യാൻ ആസ്ക് ദാറ്റ്. ഓക്കെ, ഓക്കെ, then now another important question in the next slide. Does the examiner's attitude affect your score? ഒരുപാട് സ്റ്റുഡൻസ് വന്ന് ചോദിക്കാറുണ്ട്, ആ എക്സാമിനർ ചിരിക്കുന്നൊന്നുമില്ല, ഭയങ്കര ദേഷ്യത്തിലാണ് ഇരിക്കുന്നത്, ഞാൻ പറഞ്ഞതൊക്കെ തെറ്റാ തോന്നുന്നു, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഇഷ്ടമായില്ല തോന്നുന്നു, എന്റെ മാർക്ക് കുറയാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ എക്സാമിനർ തലയിൽ കൈവച്ചോണ്ടായിരുന്നിരുന്നേ, അല്ലെങ്കിൽ എന്താ എക്സാമിനർ ഇടയ്ക്കിടയ്ക്ക് വാച്ചിലോട്ട് നോക്കുന്നുണ്ടായിരുന്നു, അപ്പൊ എക്സാമിനർ ബോർഡായി എന്ന് തോന്നുന്നു, അവർക്ക് ഭയങ്കര ബോറടിച്ച പോലെ എനിക്ക് തോന്നി, അത് മാർക്കിനെ ബാധിക്കോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ദ ആൻസർ ഈസ് നോ. എക്സാമിനറുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ ബാൻഡ് സ്കോറിനെ ബാധിക്കില്ല. എക്സാമിനർ ഈസ് ഓൾസോ എ ഹ്യൂമൻ, അല്ലെ, മനുഷ്യനാണ്. നിങ്ങൾ മാത്രമല്ല, ഒരുപാട് കുട്ടികളുടെ എക്സാം ഇതേപോലെ എടുത്ത് ക്ഷീണിച്ചിരിക്കുന്നതായിരിക്കും എക്സാമിനർ. ആൻഡ് ഇപ്പൊ ആ എക്സാമിനറുടെ ക്യാരക്ടർ അങ്ങനെയാണെങ്കിലും നോ പ്രോബ്ലം. ആ എക്സാമിനറുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നോ അത് നിങ്ങളുടെ ആൻസറിനെ ഒരിക്കലും ബാധിക്കില്ല. ഡു നോട്ട് വറി, ദ എക്സാമിനേഴ്സ് ആറ്റിറ്റ്യൂഡ് ഈസ് നോട്ട് ഇമ്പോർട്ടന്റ് അറ്റ് ഓൾ. ഓക്കെ, അപ്പോ എക്സാമിനർ ചിരിക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ചിരിക്കാലോ, നമ്മൾ ചിരിച്ച് കോൺഫിഡന്റ് ആയി ആൻസർ ചെയ്യുക. ആ കോൺഫിഡൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, എക്സാമിനർക്ക് മനസ്സിലാവും, ഓക്കെ, യു ആർ കോൺഫിഡന്റ് ഇനഫ് ടു ഹാൻഡിൽ ദ ലാംഗ്വേജ്. അതാണ് അവർക്ക് അറിയേണ്ടത്. ഇംഗ്ലീഷ് ലാംഗ്വേജ് നിങ്ങൾക്ക് നന്നായി സ്പീക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പൊ യു ക്യാൻ സ്മൈൽ ആൻഡ് ആൻസർ, യു ക്യാൻ സ്റ്റേ പോസിറ്റീവ്. അവര് എന്തോ ഭാവത്തിൽ ഇരുന്നോട്ടെ, അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ആൻഡ് യു ഷുഡ് ഓൾവേസ് കൺസിഡർ ദാറ്റ് ദ എക്സാമിനർ ഓൾസോ ഈസ് എ ഹ്യൂമൻ. ഓക്കെ, ഒരു മനുഷ്യനാണ്, മനുഷ്യ സഹജമായ ഫീലിങ്സ് ഉള്ള ഒരാളായിരിക്കും എക്സാമിനർ. സോ അതുകൊണ്ട് എക്സാമിനറുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണോ അതിനെക്കുറിച്ച് നിങ്ങൾ വറീഡ് ആവേണ്ട കാര്യമേ ഇല്ല. അത് നിങ്ങളുടെ ബാൻഡ് സ്കോറിനെ ഒരിക്കലും ബാധിക്കില്ല. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. പിന്നെ എന്താണ് ബാധിക്കുക, അതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, വാട്ട് ദി ഇവാലുവേറ്റേഴ്സ് ഓർ ദ എക്സാമിനേഴ്സ് സീക്ക് ടു ഫൈൻഡ്. അവരെന്താണ് നോക്കുന്നുള്ളൂ, അവര് നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ സംസാരത്തിൽ നിന്നും പാർട്ട് 1 നിന്നോ അല്ലെങ്കിൽ എന്താണ് അവര് നോക്കുന്നത് എന്നാണ്. യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ആൻഡ് അപ്ലൈ ദ ഫോളോയിങ്. ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞു തരാം, അത് നിങ്ങൾ മനസ്സിലാക്കി അത് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ യു ഡു നോട്ട് ഹാവ് ടു വറി അബൌട്ട് എനിത്തിങ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് സ്പീക്കിംഗ് വിത്തൗട്ട് ലോങ് പോസസ്. ഒരുപാട് പോസ് ചെയ്യാതെ, നിർത്താതെ, ഒരുപാട് തപ്പാതെ സംസാരിക്കാൻ ശ്രമിക്കാം. അതാണ് ടിപ്പ് 1. Then demonstrate how many words you know. നമുക്ക് ലെക്സിക്കൽ റിസോഴ്സസ് എന്നൊരു ക്രൈറ്റീരിയ നമ്മുടെ അസസ്മെന്റിൽ ഉണ്ട്, അല്ലെ. ലെക്സിക്കൽ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താ, വൊക്കാബുലറി ആണ്. വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് എത്രത്തോളം ഇംഗ്ലീഷ് വേർഡ്സ് അറിയാം എന്നുള്ളതാണ് വൊക്കാബുലറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ യു ക്യാൻ ഷോ ഓഫ്, അങ്ങനെ തന്നെ പറയാം. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന വേർഡ്സ് പറഞ്ഞാലാണ് എക്സാമിനർക്ക് അറിയുള്ളൂ, അല്ലെ. അപ്പൊ അത് ആ സമയത്ത് നിങ്ങൾക്ക് കയ്യിൽ നിന്നെടുത്ത് പ്രയോഗിക്കാൻ അറിയണം. വൊക്കാബുലറി അതെങ്ങനെ പ്രയോഗിക്കണം, നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഒരുപാട് ഒരേ കാര്യം തന്നെ അല്ലെങ്കിൽ ഒരേ വേർഡ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യാതെ ആ വേർഡ്സിന്റെ പര്യായ പദങ്ങൾ, സിനോണിംസ് അല്ലെങ്കിൽ വേറെ വേർഡ്സ് അതേ അർത്ഥം വരുന്ന വേറെ വേർഡ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റണം. ഓക്കെ, സോ യു ഷുഡ് ഡെമോൺസ്ട്രേറ്റ് ഹൗ മെനി ഇംഗ്ലീഷ് വേർഡ്സ് യു നോ. അത് നിങ്ങൾ അവിടെ കാണിക്കണം.
and understand what the examiner asks you and confirm that by answering accordingly. കണ്ടോ, ഇത് എന്താന്ന് പറഞ്ഞാൽ എക്സാമിനർ എന്താണ് ചോദിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ബിക്കോസ് ഇംഗ്ലീഷ് അറിയുന്ന ഒരാൾക്കല്ലേ അത് മനസ്സിലാവുള്ളൂ. അപ്പൊ എക്സാമിനർ എന്താ ചോദിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് നിങ്ങൾ എങ്ങനെയാണ് എക്സാമിനർക്ക് മനസ്സിലാക്കി കൊടുക്കുക? നിങ്ങൾ എങ്ങനെയാണോ ചോദിക്കുന്നത് ആ ചോദ്യത്തിന് റെലവെന്റ് ആയ ആൻസർ പറയുമ്പോൾ എക്സാമിനറിന് മനസ്സിലാവും, ഓക്കെ ഞാൻ ചോദിച്ചത് ഈ സ്റ്റുഡന്റിന് മനസ്സിലായിട്ടുണ്ട് എന്ന് മനസ്സിലാവും. ഓക്കെ, സോ എക്സാമിനർ എന്താ ചോദിക്കുന്നത് മനസ്സിലാക്കുക, അതിനനുസരിച്ച് റെലവെന്റ് ആയി ആൻസർ ചെയ്യാം. ഓക്കെ, നൗ ഓൺ ദ നെക്സ്റ്റ് സ്ലൈഡ്, യൂസ് ഓൾ ദ ടെൻസസ് വെൻ യു സ്പീക്ക്, പാസ്റ്റ്, present, future and use them correctly. Past tense, present tense and future tense ഒക്കെ നമ്മുടെ ആൻസറിൽ വരുന്നുണ്ട് എന്നൊന്ന് മേക്ക് ഷുവർ ചെയ്യാം. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കിത് ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. പിന്നെ പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ് ഒക്കെ നമ്മുടെ ഗ്രാമർ വെനസ്ഡേസ് നമ്മൾ ഗ്രാമർ ലെസൺസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ആ ഗ്രാമർ ലെസൺസിൽ നമ്മൾ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ ടെൻസസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ്, എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഓക്കെ, അപ്പോൾ അത് കാണുക. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ ടെൻസസ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനും പഠിക്കാം. ഓക്കെ, ടെൻസ് തെറ്റിപ്പോകരുത്. ടെൻസ് തെറ്റിപ്പോയാൽ ഇനി ഈ 3 ടെൻസ് ഉപയോഗിച്ചില്ലെങ്കിലും ഉപയോഗിക്കുന്ന ടെൻസ് എന്താവരുത്, തെറ്റായി നമ്മൾ യൂസ് ചെയ്യരുത്. ഓക്കെ, പ്രൊനൗൺസ് ദ വേർഡ് കറക്റ്റ്ലി. അപ്പൊ പ്രൊനൗൺസിയേഷൻ കൊണ്ട് എന്റെ നെക്സ്റ്റ് പോയിന്റ് അതാണ്, ആക്സെന്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് പ്രൊനൗൺസിയേഷൻ. നമ്മൾ ഇംഗ്ലീഷിൽ ഇപ്പൊ ബ്രിട്ടീഷുകാർക്ക് ഒരു ആക്സെന്റ് ഉണ്ട്, അവർ നേറ്റീവ് സ്പീക്കേഴ്സാണ്, പക്ഷെ അതുപോലെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യണമെന്നില്ല. പക്ഷേ കൾച്ചർ എന്നുള്ള വേർഡ് CULTURE, അത് കൾച്ചർ എന്ന് എന്ത് ചെയ്യരുത്, ഒരിക്കലും പ്രൊനൗൺസ് ചെയ്യരുത്. അത്രയാണ് പ്രൊനൗൺസിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ബേസിക് ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ ഉണ്ടാവില്ലേ, ആ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആയിരിക്കണം. എല്ലാ വേർഡ്സും കറക്റ്റ് പ്രൊനൗൺസ് ചെയ്യണം. അല്ലാതെ ആക്സെന്റ് ഇപ്പൊ അവര് ഇമിറ്റേറ്റ് ചെയ്ത് പറയണം എന്നില്ല. ഓക്കെ, ആക്സെന്റ് ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ? അപ്പോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ഓക്കെ. നിങ്ങൾക്ക് വറീഡ് ആവേണ്ട കാര്യമില്ല. ഇത്രയും ടിപ്സ് നിങ്ങൾക്ക് ചെയ്യാം. യു ഹാവ് ടു സ്പീക്ക് വിത്തൗട്ട് ലോങ് പോസസ് ആൻഡ് യു ഹാവ് ടു ഡെമോൺസ്ട്രേറ്റ് ഹൗ മെനി വേർഡ്സ് യു നോ ആൻഡ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ എക്സാമിനർ ഈസ് ആസ്കിംഗ് ആൻഡ് യു ഹാവ് ടു ആൻസർ വിത്ത് റെലവെന്റ് റെസ്പോൺസസ് ആൻഡ് യൂസ് യുവർ ടെൻസസ് കറക്റ്റ്ലി. ദെൻ make sure that the pronunciation of the words are right. Okay, clear ആയോ? അപ്പൊ that's it. നമ്മുടെ ഇന്നത്തെ ക്ലാസ് അത്രേ ഉള്ളൂ. IELTS സ്പീക്കിംഗ് പാർട്ട്, ഏതൊക്കെ പാർട്ടാണ് ഇമ്പോർട്ടന്റ് എന്നാണ് നമ്മൾ നോക്കിയത്. അതിൽ നമുക്ക് മനസ്സിലായി 3 പാർട്ടും ഇമ്പോർട്ടന്റ് ആണ്. കാരണം 3 രീതിയിലാണ് നിങ്ങൾ അസസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എന്താ നോക്കിയത്, പാർട്ട് 1 എങ്ങനെ വൃത്തിയായി എഫിഷ്യന്റ് ആയി ആൻസർ ചെയ്യാമെന്നാണ് നോക്കിയത്. പിന്നെ നമുക്ക് ഒരു എപ്പോഴും വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ, 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആൻസർ ചെയ്തത്. ഫസ്റ്റ് വൺ എന്തായിരുന്നു, ക്വസ്റ്റ്യൻ മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ കുറച്ച് ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ എന്ത് ചെയ്യും. ആൻഡ് ദെൻ അടുത്ത ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയത് എന്തായിരുന്നു, എക്സാമിനറുടെ ആറ്റിറ്റ്യൂഡ് നമ്മുടെ ആൻസറിനെ ബാധിക്കോ ഓർ നമ്മുടെ സ്കോറിനെ ബാധിക്കോ എന്നുള്ളതായിരുന്നു. അതും ഇല്ല എന്ന് നമ്മൾ ക്ലിയർ ചെയ്തു. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സുള്ളൂ. ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദ ലെക്ചർ ആൻഡ് ഐ ഹോപ്പ് യു ഫൗണ്ട് ദ ലെക്ചർ യൂസ്ഫുൾ, റൈറ്റ്? അപ്പൊ ഇനി കൂടുതൽ ടിപ്സും സ്ട്രാറ്റജീസും എല്ലാ കാര്യങ്ങളുമായി നമ്മൾ ഇനി കൂടുതൽ ക്ലാസ്സസിൽ ഇനിയും കണ്ടുമുട്ടും. സോ ടിൽ ദെൻ, ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻ. കീപ് പ്രാക്ടീസിങ്. ഓക്കെ, ബൈ ബൈ.